ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല ബേസ് ഉള്ള ടോപ്പിക് ആയിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ സിലബസിലെ. സോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്വാണ്ടിറ്റീനെ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേം ആണല്ലേ മോൾ. അപ്പോ ഒരു മോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ ഫസ്റ്റ് ലൈൻ പറയുന്നത്. 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് is that amount of it which contains as many particles as there are atoms in exactly 12 gram of C12. ഈ കാർബൺ 12 ആണ് നമ്മൾ എല്ലാത്തിനും ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാറുള്ളത്. സോ കാർബൺ 12ന്റെ 12 ഗ്രാമിൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്രത്തോളം പാർട്ടിക്കിൾസ്. അത് 1 മോൾ ഓഫ് മോളിക്യൂൾ ആണെങ്കിൽ അത്രയും മോളിക്യൂൾസ്. 1 മോൾ ഓഫ് അയോൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്രയും അയോൺസ്. അതുപോലെ 1 മോൾ ഓഫ് ആറ്റംസ് ആണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അത്രയും ആറ്റംസ്. അപ്പോ C12ന്റെ 12 ഗ്രാം എമൗണ്ടിൽ എത്രത്തോളം ആറ്റംസ് ഉണ്ടോ അത്രയും തന്നെ പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ 1 മോൾ എന്ന് പറയാം. സോ 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദാറ്റ് എമൗണ്ട് ഓഫ് ഇറ്റ് which contains as many particles as there are atoms in exactly 12 gram of C12. Okay. The number of entities in 1 mole of species equals to 6.022 into 10 raised to 23. C12ന്റെ 12 ഗ്രാമിൽ ഉണ്ടാവുന്ന അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയാന്ന് പറഞ്ഞു. എത്രയാണ് C12ന്റെ 12 ഗ്രാമിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? അതാണ് 6.022 into 10 raised to 23. അത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും കാർബൺ 12ന്റെ 12 ഗ്രാമിൽ. സോ ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അവോഗാഡ്രോ കോൺസ്റ്റന്റ്. എല്ലാവർക്കും അറിയേണ്ടത് അവോഗാഡ്രോ നമ്പർ നമ്മൾ പറയും എന്നെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. Avogadro's number is the number of atoms present in 12 gram of carbon 12. Carbon 12ന്റെ 12 ഗ്രാമിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? 6.022 into 10 raised to 23 നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. സോ ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ആ ഒരു സബ്സ്റ്റൻസിന്റെ 1 മോൾ എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും കേട്ടോ. സോ 1 മോൾ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ നാനോ എന്നല്ല, NA നമ്പർ ഓഫ് ആറ്റംസ്. 1 മോൾ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. എത്രയാ വരിക? 6.022 into 10 raised to 23. 1 മോൾ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞാലോ 6.022 into 10 raised to 23 നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ഇനി 1 മോൾ ഓഫ് അയോൺസ് ആണെങ്കിലോ 6.022 into 10 raised to 23 നമ്പർ ഓഫ് അയോൺസ്. അങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി വേറെ കുറച്ച് ടേംസ് കൂടെ നോക്കാം. 1 gram atomic mass or gram atom of any element contains Avogadro number of atoms. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? നമ്മൾ ഈ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് ടേക്കൺ ഇൻ ഗ്രാംസ്, അതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, സോ 1 gram ഓഫ് ഹൈഡ്രജൻ എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിലോ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര വരിക? 2 ഹൈഡ്രജൻസ് ആണ് അതിലുള്ളത്, കാരണം അത് ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. സോ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് വിൽ ബി 2 grams. 2 grams ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. 1 atomic mass of any element contains അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അതിന് എക്സാമ്പിൾസ് ആണ് 1 gram ഓഫ് ഹൈഡ്രജൻ, അതുപോലെ 1 gram atom ഓഫ് കോപ്പർ. 1 gram atom ഓഫ് കോപ്പർ പറഞ്ഞാൽ കോപ്പറിന്റെ ഗ്രാം അറ്റോമിക് മാസ് പറയുന്നത് 63.5 ആണ്. സോ 63.5 gram കോപ്പർ എടുത്താൽ അതിൽ എത്ര കോപ്പർ ആറ്റംസ് ഉണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് കോപ്പർ ആറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ 23 grams സോഡിയം എടുത്താൽ അതിൽ എത്ര സോഡിയം ആറ്റംസ് ഉണ്ടാവും? അല്ലെങ്കിൽ സോഡിയം അയോൺസ് ഉണ്ടാവും? 1 gram ഉണ്ടാവും. സോറി, അവോഗാഡ്രോ നമ്പർ ഓഫ് അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മൾ ഹൈഡ്രജന്റെ 1 ഗ്രാമും അതുപോലെ കോപ്പറിലെ 63.5 ഗ്രാമും, ഇത് രണ്ടും എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ ഇതിൽ രണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ആറ്റംസ് എന്തിന് ഈക്വൽ ആയിരിക്കും? അവോഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 gram molecular mass of any element contains Avogadro number of molecules. നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാം ആറ്റം പറഞ്ഞ പോലെ തന്നെ ഗ്രാം മോൾ, ഒരു മോളിക്യൂളിന്റെ
ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ H2 നമ്മൾ ഹൈഡ്രജന്റെ 1 ആണ്, പക്ഷെ ഹൈഡ്രജൻ മോളിക്യൂൾ വരുമ്പോൾ അത് 2 ആയിരിക്കും, 2 ഗ്രാംസ്. സോ 2 ഗ്രാംസ് ഹൈഡ്രജൻ എടുക്കുമ്പോൾ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും, ഹൈഡ്രജൻ മോളിക്യൂൾസ്. അതുപോലെ തന്നെ 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ എടുക്കുമ്പോൾ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവും. അതുപോലെ തന്നെ 44 ഗ്രാംസ് ഓഫ് CO2 എടുക്കുമ്പോൾ അതിലും അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, സോ ഇത് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ ആറ്റം ആണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര നമ്പർ ഓഫ് ആറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യും, അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, മോളിക്യൂൾ ആണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എത്ര മോളിക്യൂൾസിനെ ഇൻക്ലൂഡ് ചെയ്യും, അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഈ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ നമ്മൾ ഹൈഡ്രജൻ 2 ഗ്രാമില് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ, അവോഗാഡ്രോ നമ്പർ ഓഫ് H2. ഓക്കെ, 2 ഗ്രാം ഹൈഡ്രജനിൽ എത്ര ഉണ്ടാവും, അവോഗാഡ്രോ നമ്പർ ഓഫ് H2. ഓക്കെ, പക്ഷെ ഒരു ഹൈഡ്രജൻ H2 മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ടല്ലേ ഉണ്ടാവണേ. സോ ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും, 2 ഗ്രാംസ് ഓഫ് H2 will have 2 into അവോഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. സോ നമ്മൾ അവോഗാഡ്രോ നമ്പറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക, നമ്മൾ പറഞ്ഞു ഒരു ഗ്രാം അറ്റോമിക് മാസ്, ഒരു മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് അത്രയും ആ മോളിക്യൂൾ എടുത്താൽ അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടാവുന്നു. സോ തിരിച്ചു നോക്കുകയാണെങ്കിൽ അവോഗാഡ്രോ നമ്പർ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ആൻ എലിമെന്റ് ഓർ എ കോമ്പൗണ്ട്. അങ്ങനെ ഡിഫൈൻ ചെയ്തൂടെ. നേരെ തിരിച്ച് ഗ്രാം അറ്റോമിക് മാസിന്റെ ടേമിലാണെങ്കിലോ ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ആൻ എലിമെന്റ്. ഓക്കെ, 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ആൻ എലിമെന്റ്. അങ്ങനെ നമുക്ക് എന്തിനെ അവോഗാഡ്രോ നമ്പറിനെ ഡിഫൈൻ ചെയ്യാം. Okay, Avogadro number of any particle constitutes 1 mole of that particle. ഇവിടെയാണ് മോൾ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഒരു മോൾ, 1 മോൾ. അവോഗാഡ്രോസ് നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 1 മോൾ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. അതിന് എക്സാമ്പിൾ എന്താണ്, 32 ഗ്രാം ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് O2. അല്ലെ, O2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് 32 അല്ലേ. സോ 32 ഗ്രാംസ് ഓഫ് ഓക്സിജൻ എടുത്താല് O2 എടുത്താല് അതിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് O2 മോളിക്യൂൾസ് ഉണ്ടാവും. സോ അതിന് നമുക്ക് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് എന്ന് പറയാം. ഇനി നേരത്തെ നമ്മൾ ഹൈഡ്രജന്റെ കേസിൽ പറഞ്ഞ പോലെ ഓക്സിജൻ ഇസ് ഓൾസോ ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലേ. സോ 32 ഗ്രാംസ് ഓഫ് ഓക്സിജനിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും, 2 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. കാരണം ഇത് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ആണ് ആൻഡ് 1 മോളിക്യൂൾ ഹാസ് 2 ഓക്സിജൻ ആറ്റംസ് അല്ലേ. സോ ഇവിടെ 2 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് വാട്ടർ. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് 18 ഗ്രാം, 18 ആണ് വരിക. സോ 18 ഗ്രാം ഓഫ് വാട്ടർ വിൽ ഹാവ് 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, 18 ഗ്രാം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, H2O. ഓക്കെ, നോക്കോ, ഒരു വാട്ടർ മോളിക്യൂളിൽ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ട് ഇല്ലേ. സോ ഇവിടെ 1 മോൾ വാട്ടർ മോളിക്യൂൾ ആണ് 18 ഗ്രാമിൽ ഉണ്ടാവുക. സോ അതിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും, ഒരു മോളിക്യൂളിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. സോ 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. ആൻഡ് എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും, ഒരു വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ. സോ 18 ഗ്രാം ഓഫ് വാട്ടർ വിൽ ഹാവ് 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെ. ടോട്ടൽ എത്ര മോൾസ് ആറ്റംസ് ഉണ്ട്, 3 മോൾസ്. ഓക്കെ, മോളിക്യൂൾ 1 മോളേ ഉള്ളൂ, പക്ഷെ ടോട്ടൽ ആറ്റംസിന്റെ നമ്പർ പറയുകയാണെങ്കിൽ 3 മോൾസ് എന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഫോർ അയോണിക് സബ്സ്റ്റൻസസ് we mean the number of formula units. അയോണിക് സബ്സ്റ്റൻസ് നമുക്കറിയാം എങ്ങനെയാണ്, Na+, Cl- ഇങ്ങനെയല്ലേ.
എന്ന് വെച്ചാൽ ഇതില് ജസ്റ്റ് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂലല്ലോ. ഇത് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോർമുല യൂണിറ്റ് ആണ് എടുക്കുക. ഫോർമുല മാസ് നമ്മൾ നോക്കല് അറിയില്ല. NaCl ഒരു Na+ഉം ഒരു Cl-ഉം. അതേപോലെ ഇപ്പോ Na2CO3 ആണെങ്കിൽ ഇതിന്റെ ഒരു ഫോർമുല യൂണിറ്റിൽ 2 Na+ഉം ഒരു CO3 2- ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ഫോർമുല യൂണിറ്റിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ 1 mole of NaCl contains Avogadro number of NaCl units. മനസ്സിലായി വിചാരിക്കും. ഒരു മോൾ NaCl എടുത്താൽ അതിൽ എത്ര ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് NaCl യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ ഓരോ യൂണിറ്റിലും ഓരോ Na+ഉം ഓരോ Cl- ഇല്ലേ? സോ 1 mole of NaCl will have 1 mole of Na+ and 1 mole of Cl-. മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ സോഡിയം കാർബണേറ്റ്. 1 mole of സോഡിയം കാർബണേറ്റിൽ എന്താണ്? ഒരു സോഡിയം കാർബണേറ്റ് യൂണിറ്റ് ഉണ്ടാവും. പക്ഷെ ഓരോ യൂണിറ്റിലും 2 Na+ഉം ഒരു CO3- ഉണ്ട്, CO3 2- ഉണ്ട്. Okay, so 1 mole of sodium carbonate will have 2 moles of Na+ and 1 mole of CO3 2-. മനസ്സിലായെന്ന് വിചാരിക്കണം. മോളാർ മാസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന് അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഏതും ആവാം, ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, എന്തും ആവാം അല്ലെ. സോ ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾ നമ്മൾ എന്താ വിളിക്കുക? 1 mole ഓഫ് ദാറ്റ് മോളിക്യൂൾ എന്ന് വിളിക്കും അല്ലെ. സോ ഈ 1 മോളിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയാ? മോളാർ മാസ് എന്ന് പറയാം. ഓക്കെ, the mass of 1 mole of molecules of a substance is called as molar mass. എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ ഒരു മോൾ അതിന്റെ മാസ് എത്ര, അതിന് കറസ്പോണ്ടിങ് ആയ മാസ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മോളാർ മാസ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാട്ടറിന് 18 gram per mole. അതാണ് വാട്ടറിന്റെ മോളാർ മാസ്. ഓരോ മോളിന്റെയും വെയിറ്റ് വിൽ ബി 18 gram. പിന്നെ ഓക്സിജന്റെ എങ്ങനെയാണ്? 32 gram per mole. ഈ ഗ്രാം പെർ മോൾ ആണ് കേട്ടോ മോളാർ മാസിന്റെ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, സോ the mass of 1 mole of molecules of a substance is called as molar mass. അപ്പൊ അതിന് എക്സാമ്പിൾസ് നമ്മൾ എങ്ങനെ പറയാം? വാട്ടറിന്റെ ആണെങ്കിൽ 18 gram per mole, ഓക്സിജൻ ആണെങ്കിൽ 32 gram per mole. അപ്പൊ അമോണിയ ആണെങ്കിൽ എങ്ങനെ വരിക? NH3, ഒരു നൈട്രജനും 3 ഹൈഡ്രജൻ, സോ 17 gram per mole ആയിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കും. അപ്പൊ നമ്മള് മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ഇല്ലേ, അത് തന്നെ ആയിരിക്കുമല്ലോ അതിനും മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം, ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്സ് നോക്കാം. മാസ് ഓഫ് n moles of atoms of an element is equal to n into gram atomic mass. നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്താ പറഞ്ഞാൽ ഒരു മോൾ ആറ്റത്തിന്റെ മാസ് ആണ് നമ്മൾ പറഞ്ഞത് ഗ്രാം അറ്റോമിക് മാസ്. സോ n മോൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ? ഗ്രാം അറ്റോമിക് മാസ് മൾട്ടിപ്ലൈഡ് ബൈ n. Mass of n moles of atoms of an element is equal to n into gram atomic mass. Okay, അതുപോലെ മോളിക്യൂൾസിന്റെ കേസിലാണെങ്കിലോ മാസ് ഓഫ് n moles of molecules of a substance is equal to n into gram molecular mass. ഇവിടെ വരുമ്പോൾ മോളിക്കുലാർ മാസ് വരും. ഓക്കെ, n into gram molecular mass. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഇൻ എ സാമ്പിൾ ഓഫ് an element എങ്ങനെ പറയാം? നമുക്കിപ്പോ സപ്പോസ് ഒരു 100 gram കോമ്പൗണ്ട് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 50 ആണ്. സോ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് കോമ്പൗണ്ട് ഉണ്ട് 100 ഗ്രാമിൽ എന്നാണ് ചോദിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ എങ്ങനെ പറയാം? ആകെ 100 ഉണ്ട്, സത്യത്തിൽ 50 ആയാൽ തന്നെ ഒരു മോളായി. സോ 50 into 2 അല്ലേ 100 എന്ന് പറയുന്നത്. സോ അവിടെ 2 മോൾസ് ഉണ്ടാവും. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഇൻ ഗ്രാംസ് എത്രയുണ്ട്? ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിൽ 100 ഉണ്ട്. ഓക്കെ, 100 gram ഉണ്ട് നമ്മുടെ കയ്യിൽ, ഡിവൈഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും ഗ്രാം അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ ആണ് ഇവിടെ പറയണത്. ഇപ്പോൾ 50 എത്ര കിട്ടുക? 2 മോൾസ് കിട്ടും. ഓക്കെ, 2 മോൾസ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഒരു മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കയ്യിൽ എത്ര മാസ് ഇൻ ഗ്രാംസ്, നമ്മുടെ കയ്യിൽ എത്ര ഗ്രാംസ് ഉണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് വാല്യൂ ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ് ഒരിക്കലും മാറില്ല, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് സാമ്പിൾ നമുക്ക് കിട്ടും. ഓക്കെ,
ഇനി നെക്സ്റ്റ് number of atoms in a sample of element is equal to number of moles of atoms into 6.022 into 10⁻23. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മോളില് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും എത്രയില് ഒരു മോളില്. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ 3 മോൾസ് ആണ് ഉള്ളത് വെച്ചാൽ എങ്ങനെയാ അതിലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിക്കുക? 3 into n അല്ലെ? ഒരു മോളിൽ അവോഗാഡ്രോ നമ്പർ ഉണ്ട്. സോ 3 മോൾസിൽ എത്ര ഉണ്ടാവും? 3 into n. അത്രയും നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. മോളിക്യൂൾസിന്റെ കേസിലും അങ്ങനെ തന്നെ. ഒരു മോളിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. സോ 3 മോൾസ് അല്ലെങ്കിൽ 5 മോൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ അതിൽ ആ തന്ന വാല്യൂ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സാമ്പിൾ ഓഫ് എലിമെന്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. Number of molecules in a sample is equal to number of moles of molecules into Avogadro number. Okay, മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി mass of one atom of an element is equal to gram atomic mass divided by Avogadro number. Okay, ഇതെങ്ങനെ വരിക നോക്കാം. നമ്മൾ പറഞ്ഞു അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിന്റെ വെയിറ്റ് ആണ് നമ്മൾ എന്ത് പറഞ്ഞ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അല്ലേ? ഗ്രാം അറ്റോമിക് മാസ് അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരാറ്റത്തിന്റെ മാസം എന്തായിരിക്കും? ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ അവോഗാഡ്രോ നമ്പർ ആയിരിക്കും അല്ലെ? ഇത് ഇങ്ങോട്ട് വരും, ഇവിടെ 1 വരുന്നത് 1 into n എന്നല്ല വരാം. സോ ഇവിടെ 1 കൊടുക്കണമെങ്കിൽ n ഡിനോമിനേറ്റർക്ക് പോകും. ഓക്കെ, so gram atomic mass divided by Avogadro number will give mass of one atom of an element. Okay. Any mass of one molecule of a substance of gram molecular mass divided by Avogadro number. Okay. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Okay. ഇനി അറ്റോമിക് മാസ് യൂണിറ്റ് AMU. AMUയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസിനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു AMU എന്ന് പറയുന്നത് 1.66 into 10⁻⁻24 gram ആണ്. 1 AMU 1.66 into 10⁻⁻24 grams. Okay, so mass of one atom of an element in AMU നമ്മൾ എങ്ങനെ ചെയ്യുക? Atomic mass in AMU multiplied by 1.66 into 10⁻⁻24 gram. Okay, അങ്ങനെയാണ് അത് വരിക in AMU. അതേപോലെ തന്നെ mass of one molecule of a substance will is equal to molecular mass in AMU into 1.66 into 10⁻⁻24 gram. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ AMU അറ്റോമിക് മാസ് യൂണിറ്റ് അതെന്താണ്? AMUന്റെ ഡെഫിനിഷൻ ആണ് one atomic mass unit is defined as a mass exactly equal to 1/12 the mass of one C12 atom. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനൊക്കെ റെഫറൻസ് ആയിട്ട് വെക്കുന്നത് C12 കാർബൺ 12 ഐസോട്ടോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ. സോ C12ന്റെ 1/12 മാസ്, C12ന്റെ വെയിറ്റ് എത്രയാണ്? അതിന് 1/12. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വൺ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, so one atomic mass unit is defined as a mass exactly equal to 1/12 the mass of one carbon 12 atom. It's also known as a Dalton. So ഇതിനെ നമ്മൾ ഡാൾട്ടൺ എന്ന് പറയും കേട്ടോ. അപ്പൊ ഡാൾട്ടൺ എന്താണ്? 1/12 the mass of one C12 atom. Okay, the actual mass of one C12 atom as determined by mass spectrometrically is 1.992672 into 10⁻⁻23 gram. ഓക്കെ, എന്നുവെച്ചാൽ ഒരു C12 ആറ്റത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ വെയിറ്റ് മാസ് എന്ന് പറയുന്നത് 1.99267 into 10⁻⁻23 gram. അപ്പോൾ ഒരു AMU എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/12 the mass of a C12 atom അല്ലേ? സോ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ 12. അങ്ങനെയാണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ കിട്ടുക. 1.66 into 10⁻⁻24 gram അല്ലെങ്കിൽ ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറ്റോമിക് മാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജന്റെ 1, ഓക്സിജന്റെ 16, സോഡിയം 23, സി കാർബൺ 12, ക്ലോറിൻ 35.5 and nitrogen 40. Okay,
ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം വരും. കുറച്ച് വാല്യൂസ് അത്യാവശ്യം കോമൺ ആയിട്ട് ചോദിക്കുന്ന എലിമെന്റ്സിന്റെ അറ്റോമിക് മാസ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ സാമ്പിൾ ഓഫ് 3 moles ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.008. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് 1 mole ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്ര ആയിരിക്കും? 1.008 grams ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ 3 മോൾസിന്റെ എന്തായിരിക്കും? 3 മോൾസിന്റെ 3 moles ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയായിരിക്കും അതിന്റെ മാസ് എന്ന് പറയുന്നത്? 3 നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്താ പറയാ ഗ്രാം അറ്റോമിക് മാസ്, അങ്ങനെയല്ലേ വരിക? 3 × 1.008 gram. ഓക്കെ, എത്ര വാല്യൂ വരിക? 3.024 grams. മനസ്സിലായല്ലോ? സിംപ്ലി നമുക്ക് ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് അറിയാമെങ്കിൽ അതിന്റെ n നമ്പർ ഓഫ് മോൾസ്, അതിന്റെ മാസ് അറിയാൻ ജസ്റ്റ് ആ എത്രയാണോ നമ്പർ ഓഫ് മോൾസ് അതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് സാമ്പിൾ കണ്ടെയ്നിങ് 3 moles ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ്. ഓക്കെ, 3 moles ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ്. അപ്പൊ നമ്മൾ എന്താ അറിയണം? ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണെന്ന് അറിയാം. ഓക്കെ, നമുക്കിവിടെ എന്തറിയാം? ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് അറിയാം, ഇല്ലേ? സോ ഒരു ഹൈഡ്രജൻ 1.008 ആണ്. സോ H2 എത്ര ആയിരിക്കും? 1.016 gram ആയിരിക്കും ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 moles ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പൊ എങ്ങനെ ചെയ്യാ? 3 × 1.016. എത്രയാ കിട്ടുക ആൻസർ? 6.048 grams. Okay, calculate the mass of sample containing 3 moles of hydrogen molecules. Okay, മനസ്സിലായി വിചാരിക്കണം എങ്ങനെ ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Next one, calculate the mass of a sample containing 0.5 mole of CO2 molecules. Okay, calculate the mass of a sample containing 0.5 mole of CO2 molecules. അതിന് നമ്മൾ ആദ്യം എന്താ അറിയണം? CO2ന്റെ ഗ്രാം മോളാർ മാസ് അറിയണം അല്ലെ? ഒരു മോള് CO2 എത്രയാണെന്ന് അറിയണം. എത്രയാണ് അതിന് മാസ് വരുന്നതെന്ന് അറിയണം. ഒരു C പ്ലസ് 2 ഓക്സിജൻ അല്ലേ ഉള്ളത്? കാർബണിൻ്റെത് 12 ആണ്, ആൻഡ് ഓക്സിജൻ്റെത് എത്ര വരിക? 16 ആണ്. സോ 2 × 16. ഇത് രണ്ടും കൂടെ സം ചെയ്താൽ എത്ര വരും? 44. അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. 44 gram. അതാണ് എന്ത്? മോളാർ മാസ് ഓഫ് CO2 എന്ന് പറയുന്നത് 44. സോ നമുക്കിവിടെ 0.5 ഒരു മോളിൻ്റെത് 44 ആണ്. ഓക്കെ, 1 മോൾ CO2 എന്ന് പറയുന്നത് 44 gram ആണ്. നമുക്ക് ഇവിടെ എത്രയാ അറിയണ്ടേ? 0.5 മോൾ CO2. എന്താ ചെയ്യാൻ? നേരത്തെ പറഞ്ഞ പോലെ 0.5 × 44 will give 22 grams. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. Okay. In the next question, calculate the number of oxygen atoms in 32 gram of oxygen. 32 gram of oxygen എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും എന്നാ പറയുന്നത്. ഈ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ ഇതൊക്കെ വെറുതെ മോളിക്യൂൾ എന്ന് സ്പെസിഫൈ, മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം എന്ന് സ്പെസിഫൈ ചെയ്യാതെ വെറുതെ തന്നിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ O2, N2, H2 എന്നൊക്കെയാണ് കൺസിഡർ ചെയ്യുക. കാരണം എന്താ? അതൊക്കെ ഡയറ്റോമിക് സ്റ്റേറ്റിലല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 32 gram ഓഫ് O2 ഉണ്ട് നമ്മളെ കയ്യിൽ. അതിൽ എത്ര നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്, നോക്കേണ്ടത്. സോ ഓക്സിജന് O2ന്റെ മോളാർ മാസ് എത്രയാണ് വരിക? O2ൽ 2 ഓക്സിജൻസ് ഉണ്ടല്ലേ. സോ 2 × 16 is equal to 32 തന്നെയാണ് എന്ത് വരിക? മോളാർ മാസ് വരിക, gram per mole.
ഓക്കെ, ഇവിടെ നമ്മളെ കയ്യിലുള്ളത് സെയിം ആണ്, 32 തന്നെയാണ്. സോ 32 ഡിവൈഡ് ബൈ 32 ഈക്വൽ ടു 1 മോൾ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ 1 മോളില് അവോഗാഡ്രോ നമ്പർ ഓഫ് O2 മോളിക്യൂൾസ് ഉണ്ടാവും. നമുക്കറിയാലോ, ഓരോ മോളിക്യൂളിലും 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. സോ 1 മോൾ ഓഫ് ഓക്സിജൻ ഗ്യാസിൽ എത്ര ഉണ്ടാവും? 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. എത്ര വലിയ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10 റൈസ് ടു 23 ഇസ് ഈക്വൽ ടു 12.044 അല്ലേ? ഇൻറ്റു 10 റൈസ് ടു 23 എന്തുണ്ടാവും? ഓക്സിജൻ ആറ്റംസ്. ഓക്കെ, ഇനി ദ മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. നമ്മൾ നേരത്തെ ഇതിന്റെയൊക്കെ ഇക്വേഷൻ നോക്കിയതാണ്, അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറയുന്നത്. മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഓക്സിജൻ നമുക്കറിയാം 16 gram of oxygen will have n number of oxygen atoms അല്ലേ? സോ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എത്ര വരിക? ഈ എന്നെ താഴേക്ക് കൊണ്ടുവരിക. സോ മാസ് ഓഫ് 1 oxygen atom is equal to 16 gram divided by 6.022 into 10 raised to 23. Okay. എത്ര വാല്യൂ വരിക?